PhD ഒക്കെ വലിയ വിവാദമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ആ സമയത്ത് തന്നെ ഞാൻ നെറ്റും JRF ക്ലിയർ ചെയ്തു. എന്നിട്ടാണ് PhD ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാരണം PhD എടുക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ്. പക്ഷേ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അത് നടക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൻ്റെ ചുമതല വന്നു. അപ്പം ഞാൻ PhD പാർട്ട് ടൈം ആക്കി. എന്നിട്ടും അതിൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ PhD സബ്മിറ്റ് ചെയ്തു, PhD അവാർഡ് ചെയ്തു. അവാർഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ, എനിക്ക് തോന്നുന്നു 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളൊക്കെ അപർണയൊക്കെ വിളിച്ചല്ലോ, ഇങ്ങനെ പെട്ടെന്നൊരു വിവാദം വന്നു. ഇങ്ങനെ ചെങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിയുടേതാണ് എന്ന ഒരു വാചകം അതിലുണ്ട് എന്നുള്ളത്. അത് ശരിക്കും 300ഓളം പേജുള്ളൊരു തീസിസാണ്. കവിതയെ സംബന്ധിച്ചോ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചോ വാഴക്കുലയെ പറ്റിയോ ഒന്നുമുള്ള തീസിസേ അല്ല. അതൊന്നുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. സിനിമയെക്കുറിച്ചാണ് എൻ്റെ PhD തീസിസ്. അപ്പം സിനിമയുടെ പ്രത്യയശാസ്ത്രം, അതാണ് ഐഡിയോളജിക്കൽ അണ്ടർപിന്നിങ്സ് ഇൻ കമേഴ്ഷ്യൽ മലയാളം ഫിലിംസ് ഓഫ് പോസ്റ്റ് ലിബറലൈസേഷൻ ഇറ, അതാണ് ടോപ്പിക്ക്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പരാമർശം വാഴക്കുലയെ കുറിച്ച് ഉണ്ടായി. അപ്പോൾ അതിലൊരു നോട്ടപ്പിശക് സംഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ പക്ഷേ PhD പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ക്രൂട്ടിനി ചെയ്യാം. ഭയങ്കരമായിട്ട് വായിച്ചു, ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ഞാൻ വായിച്ചു, എൻ്റെ ടീച്ചേഴ്സ് വായിച്ചു, എൻ്റെ പരിചയക്കാർക്കൊക്കെ ഞാൻ വായിക്കാൻ കൊടുത്തു. എൻ്റെ ഗൈഡ് നന്നായി നോക്കി. പക്ഷെ നമ്മുടെ കണ്ണിൽപ്പെടാതെ ഒരു വരി, ആകെ അതിനകത്ത് ഒരൊറ്റ വരിയേ ഉള്ളൂ വാഴക്കുലയെ സംബന്ധിച്ച്. ആ ഒരു വരിയിൽ വാഴക്കുല ബൈ ചെങ്ങമ്പുഴ എന്നുള്ളതിന് ഇങ്ങനെ ഒരു നോട്ടപ്പിശക് സംഭവിച്ചു. പക്ഷെ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ. ഒന്ന്, നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു കവിതയാണല്ലോ അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പാടിയിട്ടുള്ള, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കവിതയാണ്. അവിടെ ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കുമ്പോൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ വാഴക്കുലയെ കുറിച്ച് പറയാറുണ്ട്, ചെങ്ങമ്പുഴയുടെ കവിതകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പം എനിക്കെന്നല്ല എല്ലാ മലയാളിക്കും അറിയാവുന്ന ഒരു കവിത, ആരെഴുതിയെന്ന് എല്ലാവരുടെയും വായിൽ തത്തിക്കളിക്കുന്നൊരു കവിത. അത് ഇത്രയും പേര് പരിശോധിച്ചിട്ടും എൻ്റെ കണ്ണിലും ഒക്കെ പെടാതെ പോയി എന്നുള്ളത് ഒരു നമുക്ക് ഒത്തിരി അറിയാവുന്നൊരു കാര്യം പെട്ടെന്ന് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ പെടില്ല. അങ്ങനെ വന്നൊരു നോട്ടപ്പിശകാണ് അത്. ഞാൻ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു.